പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മുത്ത് പ്രോമിസ് ചെയ്തിരിക്കുകയാണ്. അടുത്ത വർഷം താൻ പഠിക്കാൻ പോകുന്നതിന് മുൻപ് തന്നെ കൃഷ്ണയെയും കാവ്യയെയും ഒന്നിപ്പിക്കുമെന്ന്. ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഉമ ആകെ ഞെട്ടിപ്പോകുന്നു. കാര്യങ്ങൾ അങ്ങനെ നടക്കുകയാണ് എങ്കിൽ തൻ്റെ പ്രണയം എന്താകും എന്നുള്ള ചോദ്യം ബാക്കിയായിരിക്കുകയാണ്. ഇതോടെ മുത്തിനെ അങ്ങനെ ജയിക്കാൻ താൻ വിടുകയില്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്നു വരുന്ന ഉമ കാവ്യയെ എങ്ങനെയാണ് ഇനി തെറ്റിദ്ധരിപ്പിക്കേണ്ടത് എന്നുള്ള ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. മാത്രവുമല്ല, കാര്യങ്ങളിങ്ങനെ മുന്നോട്ട് പോയാൽ താൻ വിചാരിച്ചതുപോലെ തനിക്ക് കൃഷ്ണ സ്വന്തമാവുകയില്ല എന്നുള്ള കാര്യവും മനസ്സിലാക്കുകയാണ് ഉമ. ഇതോടെ പുതിയ ചതികളുമായി മുന്നിലേക്ക് പോകാൻ തീരുമാനം എടുക്കുന്ന ഉമ കൃഷ്ണയെ തൻ്റെ പാട്ടിലാക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു. ഇതേ സമയം നമ്മുടെ മുത്ത് അറിയുകയാണ് തൻ്റെ കളരി ടീച്ചർ മണിക്കുട്ടിയെ ഫോൺ ചെയ്ത് അഭിനന്ദനങ്ങൾ അറിയിച്ചു എന്നുള്ള കാര്യം. ഈ കാര്യം തിരിച്ചടിയായതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് മുത്ത് ആലോചിക്കുകയാണ്. മാത്രവുമല്ല, ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോകാൻ തനിക്ക് സാധിക്കുകയില്ല എന്നും മണിക്കുട്ടിയുടെ വിജയം കുറെ ആയി എന്നും ഭരത്തിനെ ചെന്ന് കണ്ട് പറയുന്നു. തനിക്ക് എങ്ങനെയെങ്കിലും ജയിച്ചേ മതിയാകൂ എന്നുള്ള കാര്യവും അറിയിക്കുന്ന മുത്ത് മണിക്കുട്ടിയെ തോൽപ്പിക്കുന്നതിനായി ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ യാതൊരു ചതിയും മണിക്കുട്ടിയുടെ മുൻപിൽ ഏൽക്കുകയില്ല എന്ന് വ്യക്തമാക്കുന്ന ഭരത് ഉറക്കഗുളിക കലക്കിക്കൊടുത്ത വിവരം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു മണിക്കുട്ടിയുടെ അച്ഛനെന്ന് പറയുന്നു. മാത്രവുമല്ല, ഇനിയും നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് എങ്കിൽ അത് നമുക്ക് തന്നെയാണ് തിരിച്ചടിയാകാൻ പോകുന്നത് എന്നും അതുകൊണ്ട് നമ്മൾ വളരെയധികം സൂക്ഷിച്ചു വേണം ഇനി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതേ സമയം ജയമോഹിനി കാവ്യയുടെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ഡിവോഴ്സിന്റെ തീരുമാനം എടുപ്പിക്കണമെന്നും എന്നാൽ മാത്രമാണ് കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ മുന്നോട്ട് നടക്കുകയുള്ളൂ എന്ന് ഭരത്തിനോട് പറയുന്നു. ഇപ്പോൾ നീരജയും അതുപോലെ തന്നെ കാവ്യയും നമ്മൾ പറഞ്ഞതെല്ലാം വിശ്വസിച്ച മട്ടാണ് എന്നും ഈ അവസരം ഇനി വീണ്ടും കിട്ടുകയില്ല എന്നും വ്യക്തമാക്കുന്ന ജയമോഹിനി അതുകൊണ്ട് തന്നെ ഈ അവസരം മുതലാക്കി കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുകയാണ് വേണ്ടത് എന്ന് അറിയിക്കുന്നു. അത് ശരിയാണ് എന്ന് വ്യക്തമാക്കുന്ന ഭരത് ഇനി താൻ എന്താണ് ഈ കാര്യത്തിൽ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നു. താൻ ചെയ്യാനുള്ളതെല്ലാം ചെയ്യാൻ തയ്യാറാണ് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ്. ഒടുവിൽ ഒപ്പുവെക്കണം എന്നുള്ള കാര്യത്തിൽ ജയമോഹിനി ഉറച്ചു നിന്നതിനെ തുടർന്ന് അതിനുള്ള തീരുമാനം എടുക്കുന്ന കാവ്യ സൈൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു. ഇതോടെ ഇത് തൻ്റെ വിജയമായി ഉറപ്പിക്കുകയാണ് ജയമോഹിനി ചെയ്യുന്നത്. ഇതോടെ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. കാര്യം ഇതേ തുടർന്ന് ഉമ അറിയാൻ ഇടയാവുകയാണ്. ഇതോടെ ഉമ ഇനി കൃഷ്ണയെ തൻ്റെ കൂടെ നിർത്തുകയാണ് വേണ്ടത് എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും അങ്ങനെ ചെയ്താൽ മാത്രമാണ് കൃഷ്ണയെ തനിക്ക് സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഭാഗമായി പുതിയ നീക്കങ്ങൾ എത്രയും പെട്ടെന്ന് മുന്നിലേക്ക് കൊണ്ടുപോകണമെന്നും മണിക്കുട്ടിക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള അവസരം കൊടുക്കാൻ പാടില്ല എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു. ഒടുവിൽ കൃഷ്ണയോട് വിവാഹമോചനത്തിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞു എന്ന് ചോദിക്കുന്ന ഉമ കാവ്യ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പുവെച്ച് കഴിഞ്ഞു എന്നും ഇനി യാതൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നും അറിയിച്ചിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ കാര്യം കൃഷ്ണയെ ആകെ തകർത്ത് കളയുന്നു. അന്ധനായ ഭർത്താവിനെ വേണ്ട എന്നാണ് അവൾ പറയുന്നത് എന്നും ഉമ വ്യക്തമാക്കിയതിനെ തുടർന്ന് ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന്
ചോദിക്കുകയാണ് നമ്മുടെ കൃഷ്ണ. ഇതോടെ കൃഷ്ണയും വിവാഹമോചനത്തിന് തയ്യാറാകണമെന്ന് അറിയിക്കുന്ന ഉമ വെറുതെ എന്തിനാണ് കാവ്യക്ക് നിന്നെ വേണ്ട എങ്കിൽ നീ ഇങ്ങനെ കടിച്ചു തൂങ്ങുന്നത് എന്ന് ചോദിച്ചു. ഇതോടെ ഉമ പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന കൃഷ്ണ വിവാഹമോചനത്തിന് താനും തയ്യാറാണ് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ്. ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഉമ വളരെയധികം സന്തോഷിക്കുന്നു. ഒടുവിൽ ഉമ കാത്തിരുന്ന വഴിത്തിരിവ് വന്ന് സംഭവിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.